ബിഗ് ബോസ് മലയാളം സീസൺ 7 രാവിലെ തന്നെ ബിഗ് ബോസ് ഒരു മോർണിംഗ് ആക്ടിവിറ്റി കൊടുത്തിരിക്കുകയാണ്. കാരണം ഇത്രയും ദിവസം കൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ ഇടം പിടിച്ച ആളാര്, ഇതിൽ ഇടം പിടിക്കാത്തത് ആര് എന്ന് പറയാൻ. അപ്പോൾ ഷാനവാസ് പറഞ്ഞത് അനീഷിൻ്റെ പേരാണ്. അനീഷാണ് ഇടം പിടിച്ചിരിക്കുന്നത്. സാധാരണ ഒരു മനുഷ്യനായിട്ട് ഇവിടെ വന്ന് സുപ്രഭാതം അങ്ങനെ കുറേ കാര്യങ്ങൾ അനീഷിൽ നിന്നുണ്ടായത് പുറത്ത് ജനങ്ങളിൽ ഒരുപാട് മനസ്സിൽ ഇടം പിടിച്ചിട്ടുണ്ടാവും. അതുപോലെ നെഗറ്റീവ് ഗെയിം കളിക്കുന്നതും ഫേക്ക് ഗെയിം കളിക്കുന്നതും അനീഷാണ് എന്ന് ഷാനവാസ് അനീഷിൻ്റെ പേരാണ് പറഞ്ഞത്. ഇടം നേടാത്ത ആൾ ലക്ഷ്മിയാണെന്ന് പറയുന്നത്. ലക്ഷ്മി ഇവിടെ ഉണ്ടായ ഓരോ പ്രശ്നങ്ങൾ കൊണ്ട് ജനങ്ങൾ ഓർക്കാൻ പോലും ആഗ്രഹിക്കാത്ത വ്യക്തിയാണെന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് അക്ബറാണ് വരുന്നത്. അക്ബർ പറയുന്നത് നെവിൻ്റെ പേരാണ്. ഇടം നേടിയ ആൾ നെവിനും ഇടം നേടാത്തത് ലക്ഷ്മിയാണെന്നാണ് അക്ബർ പറയുന്നത്. ഈ കാരണം തന്നെയാണ് ഹൗസിലുണ്ടായ ആ പ്രശ്നങ്ങൾ കാരണമാണ്. അത് തന്നെയാണ് അക്ബറും പറയുന്നത്. അനീഷ് വന്നിട്ട് പറഞ്ഞത് നൂറ ആദിലയാണ്. അവർ പ്രേക്ഷക മനസ്സിൽ ഇടം പേടിയിട്ടുണ്ടാവും. കാരണം ഒരു ലെസ്ബിയൻ കപ്പിളായി വന്ന് പിന്നെ പല കാര്യങ്ങളും അവരിൽ നിന്നും പോസിറ്റീവായിട്ടുണ്ടായതുകൊണ്ട് അവർ ഇടം നേടിയിട്ടുണ്ടാവും. ഇടം നേടാത്തത് ബിന്നിയാണെന്നാണ് അനീഷ് പറഞ്ഞത്. അതുപോലെ നെവിൻ പറഞ്ഞത് അനിമോളാണ് ഇടം നേടിയ ആൾ. ഇടം നേടാത്തത് ലക്ഷ്മിയാണെന്നാണ് നെവിൻ പറഞ്ഞത്. അനുമോൾ വന്നിട്ട് ആദില ഇടം നേടിയെന്നും ലക്ഷ്മി ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടിയിട്ടില്ല എന്നും പറഞ്ഞ് ആദില വന്നിട്ട് അനുമോൾ ജനങ്ങളുടെ ഇടയിൽ ഇടം നേടിയെന്നും ലക്ഷ്മി ഇടം നേടിയിട്ടില്ല എന്നും പറയുന്നത്. നൂറ വന്നിട്ട് സാബുമോൻ ഇടം നേടിയിട്ടുണ്ടെന്നും ലക്ഷ്മി ഇടം നേടിയിട്ടില്ല എന്നും പറയുന്നു. ആര്യൻ വന്നിട്ട് പറഞ്ഞത് ഇടം നേടിയ പേര് നെവിനും ഇടം നേടാത്തത് സാബുമോനാണെന്നും പറഞ്ഞ് ലക്ഷ്മി പറഞ്ഞത് നെവിൻ ഇടം നേടിയിട്ടുണ്ട്, ആദില ഇടം നേടിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. സാബുമാൻ പറഞ്ഞത് ആര്യൻ ഇടം നേടിയിട്ടുണ്ടെന്നും ബിന്നി ഇടം നേടിയിട്ടില്ലെന്നുമാണ്. അങ്ങനെ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ആ ടാസ്ക് കഴിഞ്ഞ്. പക്ഷേ എല്ലാവരും പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയിട്ടുണ്ട്. പക്ഷേ അനീഷാണ് ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ബാക്കി അപ്ഡേറ്റ് ആയിട്ട് വീണ്ടും കാണാം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.